നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രജനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പ്രജൻ നേരത്തെ തന്നെ ഈ സംഭവം നടക്കുന്ന അച്ഛനെ കൊലപ്പെടുത്തുന്ന ദിവസത്തിന് മുൻപ് തന്നെ ഒരു മാസങ്ങൾക്ക് മുൻപേ തന്നെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും സ്വർഗത്തിലേക്ക് അയക്കുമെന്ന ഭീഷണി മുഴക്കിയതായുള്ള വിവരം പുറത്തുവരികയാണ്. കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയാണ് കുടുംബത്തിലെ ഒരു വിവാഹം നടന്നിരുന്നു. ഈ വെള്ളട പിതാവിനെ മകൻ കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൽ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഒരു വിവാഹം നടന്നിരുന്നു. ഈ വിവാഹത്തിന് കാർ ഓടിച്ച് ഈ അച്ഛനെയും അമ്മയും സഹോദരിയെയും ഒപ്പം അതുപോലെ തന്നെ ബന്ധുവായ മറ്റൊരു സ്ത്രീയെയും ആ വിവാഹ സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ഈ പ്രജിൻ ജോസ് ആണ്. ഈ ഘട്ടത്തിൽ പ്രജിൻ ജോസ് വളരെ വേഗത്തിലാണ് കാർ ഓടിച്ചിരുന്നത്. പ്രജിന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട വിവാഹവേദിയിൽ കളിയാക്കലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ, അതിന്റെ വൈരാഗ്യത്തിൽ വളരെ വേഗത്തിലാണ് തിരിച്ചും പ്രജിൻ മരണപ്പാച്ചിലാണ് നടത്തിയിരുന്നത്. കാർ ഓടിച്ച് മരണപ്പാച്ചിലാണ് നടത്തിയിരുന്നത്. സത്യത്തിൽ ജീവൻ പണയം വെച്ചാണ് അതിലിരുന്നത് എന്നാണ് പിന്നീട് പ്രജിന്റെ ബന്ധുവായ ആ സ്ത്രീ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. എന്തായാലും പ്രജൻ എന്തിനാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചത് എന്ന് സഹോദരി ചോദ്യം ചെയ്തപ്പോഴാണ് നീ മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്നെയും അച്ഛന്റെയും അമ്മയോടൊപ്പം സ്വർഗത്തിൽ അയക്കും എന്നായിരുന്നു പ്രജൻ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ വാർത്തയും ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ ഘട്ടത്തിലാണ് പ്രജൻ എന്ന വ്യക്തി നേരത്തെയും ഈ കുടുംബത്തെ കൊല്ലാനായി തീരുമാനിച്ചിരുന്നു, കൊല്ലാനായി കച്ച കെട്ടിയിരുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. അത് മാത്രമല്ല, പ്രജന്റെ ഫോണും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. പ്രജൻ ഒന്നടങ്കം ഇവരെ എല്ലാവരെയും സ്വർഗത്തിൽ അയക്കാനുള്ള കച്ചകെട്ടി പുറപ്പാടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. പ്രജൻ എന്ന ഈ 28 വയസ്സുകാരന്റെ ഇത്തരം സ്വഭാവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മരണം ഉണ്ടാവില്ല എന്ന് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മലയാളി വാർത്ത ഇൻഡെപ്തിലെ വാർത്ത അവതരിപ്പിച്ചപ്പോൾ അതിന്റെ താഴെയും പലതരത്തിലുള്ള കമന്റുകൾ വന്നിരുന്നു. പ്രധാനമായും എന്റെ വീട്ടിലെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്, മക്കളെ പേടിച്ച് വീട്ടിൽ കഴിയേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാണ് പലരും അതിൽ കമന്റ് ചെയ്തത്. സത്യത്തിൽ അങ്ങനെ പേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ മക്കളുടെ ഭാവിക്കും തന്നെയാണ് ദോഷം. കാരണം ഒരുപക്ഷെ പലതരത്തിലുള്ള അടിമപ്പെട്ട് കിടക്കുന്നവരാണെങ്കിൽ അവരുടെ മൈൻഡിൽ കൊലപാതകം, കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ ഒരുപക്ഷെ തീരുന്നത് നിങ്ങളുടെ ജീവിതവും നശിക്കുന്നത് അവരുടെ ഭാവിയുമായിരിക്കും. അങ്ങനെ മകന്റെ ഭാവി ഓർത്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതെങ്കിൽ അത് സത്യത്തിൽ അത് മകനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല.